ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ പല എക്സിറ്റ് പോളുകൾ വരാൻ തുടങ്ങി. പല രീതിയിലാണ് പ്രവചനം. അതൊക്കെ ഈ ഹരിയാന മറ്റു പല സ്റ്റേറ്റുകളിലെ പ്രവചനം അനുസരിച്ച് ഈ പോൾ പ്രഡിക്ഷനും എക്സിറ്റ് പോളും എല്ലാം പൂർണ്ണമായിട്ടും അബദ്ധങ്ങളാണെന്ന് നമുക്ക് പല ആവർത്തി പിടികിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളിനി കേരളത്തിലോട്ട് എടുക്കാം. മറ്റുള്ള സംസ്ഥാനങ്ങളെ പറ്റിയുള്ള എൻ്റെ ഒരു അവലോകനം എലക്ഷൻ റിസൾട്ടിന് ശേഷം വരുന്നതായിരിക്കും. ഇപ്പോൾ കേരളത്തെ പറ്റിയോ എടുക്കാം. എന്താണ് കേരളത്തിലെ റിസൾട്ട്, എങ്ങനെ ആയിരിക്കും, അതേപോലെ എന്ത് രീതിയിലുള്ള ഇമ്പാക്റ്റാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിച്ചത്. പ്രധാനമായിട്ടും 2026 കേരളത്തിൽ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന് ശേഷം, അതായത് 2.0 ശേഷം കേരളത്തിൽ അസംബ്ലി ഇലക്ഷൻ 2026 നടക്കുകയാണ്. അത് ഫൈനലായിരിക്കും. അതിന് മുമ്പ് നടന്ന ഒരു സെമി ഫൈനലാണ് ഈ സംഭവം, ഈ 3 തെരഞ്ഞെടുപ്പുകൾ. അതായത് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പാലക്കാട്, അവിടെ CPM 3ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്. അതേപോലെ തന്നെ ചേലക്കര CPMൻ്റെ കോട്ടയാണ്. പിന്നെ വയനാട് എന്ന് പറഞ്ഞ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ ശേഷം പ്രിയങ്ക ഗാന്ധി, ആ കുടുംബത്തിൽ അയാളുടെ സിസ്റ്റർ മത്സരിക്കുന്നു. ഇപ്പം എന്തൊക്കെയാണ് ഞാൻ കാണുന്ന ഒരു വിശകലനം ഇതുമായിട്ട് ബന്ധപ്പെട്ട്? കേരളത്തിൽ ഇപ്രാവശ്യം ഡെവലപ്മെൻ്റൽ രാഷ്ട്രീയമല്ല ഈ ഇലക്ഷനിൽ, പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷവും അതായത് UDFും ഇവർ രണ്ടുപേരും നടത്തുന്ന പ്രീണനം, ഇതിനെതിരെയാണ് വിധി എഴുതാൻ പോകുന്നത്. എൻ്റെ ഒരു കാൽക്കുലേഷനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് തന്നെ എടുക്കാം. ഇപ്പോൾ പല രീതിയിലാണ് UDF പറയുന്നത് പാലക്കാട് അവർ 25,000 വോട്ടിന് ജയിക്കും. BJP പറഞ്ഞു അവർ ജയിക്കുമെന്ന് പറഞ്ഞു. CPM സരിനെ കൊണ്ടുവന്ന്, കാരണം വളരെ ദുർബലമാണ് അവിടെ CPM, അവരും ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു പ്രഡിക്ഷൻ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ബേസിക്കലി കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാന കാരണം, നിങ്ങൾ എന്തൊക്കെ പറയുന്ന ഈ അരിത്തമെറ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ അനാട്ടമി എന്ന് പറയുന്ന സംഭവങ്ങൾ, ഇതൊന്നും പാലക്കാട് വർക്കൗട്ട് ചെയ്ത് ഒറ്റ ഒരു സംഭവമുള്ളൂ. സീനിയറായിട്ടുള്ള CPM ലീഡേഴ്സ്, അവിടെ ചാർജുള്ളവർ പറഞ്ഞ കാര്യം, അവരൊക്കെ ചർച്ച ചെയ്തത്, അതായത് വോട്ടേഴ്സ് ഏറ്റവും കൂടുതൽ CPM കേഡേഴ്സും ചർച്ച ചെയ്തതും പലതിനും ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ഒരേ ഒരു ചോദ്യം ഉണ്ടായിരുന്നു: എത്രമാത്രമാണ് ഈ മുസ്ലിം പ്രീണനം ഇങ്ങനെ മുന്നോട്ട് പോകും? അത് UDFനോടും ഉണ്ടായി. അപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. ഈ സരിൻ അവിടെ മത്സരിച്ചു, അതായത് പെട്ടെന്ന് ഈ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, CPMലോട്ട് ചുവട് മാറ്റി അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അതേപോലെ തന്നെ UDF അവിടെ ഇല്ലാത്തൊരു കാൻഡിഡേറ്റിനെ പത്തനംതിട്ടയിൽ നിന്നും കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുന്നു. പിന്നീട് അവിടെ BJPയുടെ കൃഷ്ണകുമാർ മത്സരിക്കുന്നു. ഇതാണ് 3 കാൻഡിഡേറ്റ്, പ്രധാനപ്പെട്ട 3 കാൻഡിഡേറ്റ്. ഇപ്രാവശ്യമായിട്ടൊരു മുസ്ലിം കാൻഡിഡേറ്റ് മത്സരിച്ചില്ല. അപ്പം ഇതൊക്കെ പൊളിറ്റിക്സിൽ മാറ്റം ഉണ്ടാക്കും. ഇത് ചെറിയ മാറ്റമൊന്നുമല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മുസ്ലിം കാൻഡിഡേറ്റ് അവിടെ മത്സരിക്കാത്തതിനെ തുടർന്ന് അവിടെ ഷാഫി പറമ്പിലിന് N ബ്ലോക്കായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിങ്ങളുടെ വോട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്കാളും മുസ്ലിം പ്രീണനം CAA കാലത്തൊക്കെ നടത്തിയൊരു കക്ഷിയാണ് ഡോക്ടർ സരിൻ. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സരിൻ്റെ കാൻഡിഡേറ്റ് ഇപ്രാവശ്യത്തെ CPM തീരുമാനിച്ചു അവരുടെ പാർട്ടി ഇപ്രാവശ്യം അവരുടെ പാർട്ടി തോൽക്കും, പക്ഷേ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നില്ല. ഈ 2 തീരുമാനം അവരെടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 100% അവിടുത്തെ വോട്ടിംഗ് നിലയും ഇപ്രാവശ്യത്തെ ഇഷ്യൂകളും വെച്ച് അവിടെ കൃഷ്ണകുമാർ 10,000-15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള സാധ്യതയാണ് എനിക്ക് കാണുന്നത്. കാരണം അവിടെ മുനമ്പം ഇഷ്യൂവും വഖഫും വലിയ ഇഷ്യൂ ആയി മാറി വോട്ടേഴ്സിനിടയ്ക്ക്. അതായത് ഭൂരിപക്ഷമായ ഹിന്ദുക്കളിനിടയ്ക്ക്, പ്രത്യേകിച്ച് അവിടെ ന്യൂനപക്ഷങ്ങൾ 15,000 വോട്ടുകളേ ഉള്ളൂ. അതിൻ്റെ 7,000-8,000 പേരെ അവിടെ നാട്ടിലുള്ളൂ. അപ്പോൾ ഇവരുടെ ഇടയ്ക്കും പാലക്കാട് രൂപതയാണെങ്കിൽ ക്രൈസ്തവരുടെ ഇടയ്ക്ക് ഇത് ഇഷ്യൂ ആയി മാറി, വഖഫ് ലാൻഡും ഈ സംഭവങ്ങളും. അപ്പോൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ BJPയുടെ കാൻഡിഡേറ്റ് കൃഷ്ണകുമാറിനാണ് ജയം.
എന്ന രീതിയിലാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ചേലക്കരയിലും ഈ മുനമ്പ വിഷയം മുസ്ലിം പ്രീണനം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ശരിക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവിടെ BJP കാൻഡിഡേറ്റിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുകയും CPM കാൻഡിഡേറ്റ് അവിടെ തോൽക്കുകയും BJP കാൻഡിഡേറ്റ് അവിടെ 2ാം സ്ഥാനത്തും വരികയും ചെയ്താൽ ഉറപ്പായിട്ടും ഒരു സന്ദേശമാണ് കേരളത്തിൽ 2026 എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. പിന്നീട് നമ്മൾ വയനാട്ടിലോട്ട് വരികയാണെങ്കിൽ ഈ അരിത്തമെറ്റിക് എല്ലാം മാറി ഇന്ന് UDFും കോൺഗ്രസ് സമ്മതിക്കുന്നുണ്ട്. കാരണം 6% വോട്ടേഴ്സ് ഇപ്രാവശ്യം അവിടെ വോട്ട് ചെയ്യാൻ പോയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച്. അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ വോട്ടിംഗ്, അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1.5 മുതൽ 2.5 ലക്ഷം, അതായത് 1.5 മുതൽ 2.5 ലക്ഷം ആയിരിക്കും ഭൂരിപക്ഷമെങ്കിൽ ഉറപ്പായിട്ടും പറയാം അവിടെ ഉണ്ടാകാൻ പോകുന്ന വലിയ സംഭവം തന്നെയാണ്. കാരണം കേരളത്തിലുണ്ടാകാൻ പോകുന്ന ഒരു പൊളിറ്റിക്സ് 2026 പൂർണ്ണമായിട്ടും മാറും. അതായത് UDF അധികാരത്തിൽ വരാൻ പാടായിരിക്കും, ഒന്ന്. രണ്ടാമത് BJP 15 മുതൽ 25 സീറ്റുകൾ പിടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അതുണ്ടായിട്ടുണ്ട് പല നിയമസഭയിലും. കാരണം പാർലമെൻറ്റ് ഇലക്ഷന് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നിയമസഭയിലും ഇതേപോലെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അതായത് ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതായത് ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം കാരണം അവർക്ക് ഭീഷണിയായിട്ടുള്ളത് ഇസ്ലാമിക ഭീകര പ്രവർത്തനം തന്നെയാണ്. കാരണം അവരെ തലോടലാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട്. കാരണം CPM തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി SDPIക്കാർ വോട്ട് പിടിക്കുന്നു. അതേപോലെ തന്നെ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ BJPയുടെ ഒരു നേതാവ് പെട്ടെന്ന് കോൺഗ്രസിലോട്ട് വരികയും പെട്ടെന്ന് പാണക്കാട് പോകുന്നു, അത് കഴിഞ്ഞ് സമസ്ത ലീഡേഴ്സിനെ കാണുന്നു. ഇതൊക്കെ ചെറിയ പ്രശ്നമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. ഇത് വലിയ രീതിയിലാണ് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ കയറി വരുമ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിനും കോൺഗ്രസിൻ്റെ നയിക്കുന്ന UDFനും വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ അടിയാണ് കിട്ടുന്നത്. കാരണം പ്രീണനം തന്നെയാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 3ഇടത്തും പിണറായി വിജയൻ്റെ വലിയ ഭരണത്തിൻ്റെ പൂർണ്ണമായിട്ടും താളപ്പിഴകളും നാശക്കോടാലിയായതിൻ്റെയും പേരിൽ ഒരു കാരണവശാൽ ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസിയിലും CPM നയിക്കുന്ന ഇടതുപക്ഷം നിലം തൊടാത്ത രീതിയിലായി. എനിക്ക് അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ചേലക്കരയുടെ കാര്യം പറയുന്നത്. അവിടെയും ഇപ്രാവശ്യം CPMൻ്റെ കാൻഡിഡേറ്റ്, അതായത് ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റ് തോൽക്കുന്നത് ഒന്ന് പിണറായി ഫാക്ടർ, അതായത് ആൻറ്റി ഇൻകംബൻസി ഭയങ്കര ശക്തമാണ് കേരളത്തിൽ. രണ്ടാമത് ഈ പറയുന്ന മുനമ്പം ഇഷ്യൂവും അതേപോലെ തന്നെ വഖഫ് ഇഷ്യൂ, അതായത് കേരളത്തിലെ ഒരു ഭൂരിപക്ഷമായ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഏകീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഇനി മറ്റൊരു ഫാക്ടറുണ്ട്, അതായത് തൊട്ടടുത്ത് കിടക്കുന്ന തൃശ്ശൂർ, ചേലക്കരയാണെങ്കിലും പാലക്കാടാണെങ്കിലും തൃശ്ശൂർ BJP വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത്, സുരേഷ് ഗോപി. ഇതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് BJPയുടെ ഒരു കാൻഡിഡേറ്റ് ജയിക്കും വലിയ ഭൂരിപക്ഷത്തിൽ. ഇതൊരു ഒരു 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 ലോജിക്കൽ ഫിലോസഫിയാണ്, ഒരു ലോജിക്കാണ്. അങ്ങനെ ജയിക്കുവാണെങ്കിൽ എന്തുകൊണ്ട് ചേലക്കരയിലെ കാൻഡിഡേറ്റ് ജയിച്ചുകൂടാ? ഇങ്ങനെ ഒരു ചിന്താഗതി കയറി വരും. അത് തന്നെ ആയിരിക്കും ചിലപ്പം വയനാടും വർക്കൗട്ട് ചെയ്യുന്നത്. അവിടെ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റ് 3ാം സ്ഥാനത്ത് പോവുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് കൃത്യമായിട്ടാണ്, അവിടെ BJP 2ാം സ്ഥാനത്ത് കയറി വരുന്നു, പ്രിയങ്കയ്ക്ക് താഴെ. ഈ പറയുന്ന പൊളിറ്റിക്കൽ ഈ അനാട്ടമി മുഴുവനും മാറി അങ്ങ് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, 2026 വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഒരു കാരണവശാലും നമുക്കറിയാം CPM നയിക്കുന്ന ആ പൊളിറ്റിക്കൽ പവർ ഇടതുപക്ഷം അവിടെ ഒരു കാരണവശാലും അധികാരത്തിൽ വരത്തില്ല, ഒന്നാമത്തെ സ്ഥാനം. പിന്നീടുണ്ടാകാൻ പോകുന്നത് BJPക്ക് ഏകദേശം 15 മുതൽ 25 30 സീറ്റുകൾ ഈ 2026 കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയാം, പിന്നീടുണ്ടാകാൻ പോകുന്നത് ഈ UDFന് പോലും അധികാരത്തിൽ വരാൻ സാധിക്കുകയില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അതായത് CPM കഴിഞ്ഞാലും കോൺഗ്രസ് കഴിഞ്ഞാലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് ഈ BJP ആയി മാറും. അങ്ങനെ BJP അങ്ങനൊരു കക്ഷിയായിട്ട് വരികയും കേന്ദ്രത്തിൽ അവർക്ക് ഭരണം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം, ഈ കോൺഗ്രസ് പാർട്ടി രണ്ടായിട്ട്, അവർക്ക് എത്ര സീറ്റ് കിട്ടുന്നു അവർ രണ്ടായിട്ട് അങ്ങ് പിളരും. പിന്നീടുണ്ടാകാൻ പോകുന്നത് ചിലപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഔട്ട്സൈഡ് സപ്പോർട്ട് ചിലപ്പം CPMന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം പല ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ ഇലക്ഷൻ അതുകൊണ്ടാണ് സെമി ഫൈനൽ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ
വരാനുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് കേരളത്തിൽ വിധി നിർണായകമായ ദിനങ്ങളിലോട്ടാണ് പോകുന്നത്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വെക്കാം, കേരളത്തിലെ ക്രൈസ്തവർക്ക് താമരയോട് വോട്ട് ചെയ്യാനുള്ള ആ വിഷമം അങ്ങ് മാറിക്കിട്ടി. കാരണം അവർക്ക് പിടികിട്ടി ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പ്രീണനമായ രണ്ട് പാർട്ടികളും, കോൺഗ്രസ് ആണെങ്കിലും CPM-ൻ്റെയും, അവർക്ക് വോട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇവർ രണ്ടുപേരും ഈ ഇസ്ലാമിക പ്രീണനവും ഭീകരപ്രവർത്തനത്തെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനേക്കാളുപരി BJP എന്ന് പറയുന്നൊരു ഫോഴ്സായിട്ട് കടന്നു വരും. കാരണം അവർക്ക് ജയിക്കാൻ പറ്റും എന്ന നിലയിലോട്ട് അവരുടെ ഉള്ളിൽ അങ്ങനൊരു സംഭവം കയറി വരികയാണെങ്കിൽ 2026 വളരെ കൃത്യമായിട്ട് പറയാം, BJP ആയിരിക്കും കിങ് മേക്കർ. അല്ലാതെ ഇടതുപക്ഷവും ആയിരിക്കത്തില്ല, ഈ പറയുന്ന കോൺഗ്രസ് നയിക്കുന്ന UDF ആയിരിക്കത്തില്ല, ലീഗും ആയിരിക്കും. കാരണം ലീഗിനെ എല്ലാവരും ഇപ്പം നോക്കിക്കാണുന്ന ഒരു കുറ്റവാളിയായിട്ടാണ് മുൻപ് ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട്. കാരണം കുറ്റവാളി പല രീതിയിലാണ്. കാരണം ഇന്ത്യയിൽ പലയിടത്തും ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആൾക്കാർ തന്നെ കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, അത് CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും. കാരണം ലീഗ് എന്ന് പറയുന്നത് ബേസിക്കലി ആളുകൾക്ക് മനസ്സിലാക്കി തുടങ്ങി ഒരു വർഗീയ പാർട്ടി തന്നെയാണ്. കാരണം അത്ര വീണ്ടും ഉമ്മൻചാണ്ടിയെ പോലൊരു ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ ലീഗ് പുറമേ നിന്ന്, ലീഗ് അകത്ത് നിന്ന് പിന്തുണ കൊടുത്ത് അവരായിരിക്കും പൂർണ്ണമായിട്ടും കേരളം ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ധാരണ സാധാരണക്കാരൻ്റെ ഇടയിൽ പോലും സംസാര വിഷയമായി മാറി. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം കൊടുക്കാതെ മുന്നോട്ട് പോകണം എന്നതാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷമായ ക്രൈസ്തവരുടെയും, അതായത് ഹിന്ദുക്കളുടെയും ഒരു വിശ്വാസം. അതിൻ്റെ പേരിൽ ഈ പാർട്ടി കേഡറും മണ്ണാങ്കട്ടിയും ഒക്കെ ഇല്ലാതായി പോകും. അതൊക്കെയാണ് നമ്മൾ കായംകുളത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 2026 BJP-യുടെ നാളുകളാണ് കേരളത്തിൽ വരുവാൻ പോകുന്നത്.